ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിലാകമാനം ഈ വിജയദശമി ആഘോഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പേരിൽ നടന്നു വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് പുറത്തും ഏകദേശം 40-ലധികം രാഷ്ട്രങ്ങളിൽ വിജയദശമി ആഘോഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പേരിൽ നടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ ഒരു സംഘടനയ്ക്കും നടത്താൻ കഴിയാത്ത ഒന്നാണ് അതിൻ്റെ ജന്മദിനം ഇത്ര വിപുലമായി ജനസഞ്ചയത്തോടു കൂടിയിട്ട് ആചരിക്കുന്നത്. വിജയദശമി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ജന്മദിനമാണ്. പക്ഷേ ഈ വർഷം 2025 ഒരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് പോലെ ഒക്ടോബർ 2 മാറുകയും ഒക്ടോബർ 2 രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനമാണ്. സംഘത്തിൻ്റെ ജന്മദിനത്തോടൊപ്പം ഇന്ന് അത് വിജയദശമി ആഘോഷവും കൂടിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, ജന്മദിനം ഓരോ വ്യക്തികളും അവർക്കൊരു ആഘോഷമായിട്ട് കൊണ്ടാടാറുണ്ട്. സംഘത്തിൻ്റെ ജന്മദിനം ഒരു ആഘോഷമല്ലെങ്കിലും ഒരു ഓർമ്മ പുതുക്കലാണ്. വരാൻ പോകുന്ന നാളുകളിലേക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള അത് ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചിട്ടുള്ള സ്മരണകളും അതിലുണ്ടാകാറുണ്ട്. 100 വർഷം ഒരു പ്രസ്ഥാനം, ഒരു സംഘടന യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ, പിളരാതെ, അതിൻ്റെ ലക്ഷ്യം മറക്കാതെ നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന രൂപരേഖയുണ്ടാക്കി മുന്നോട്ട് കുതിക്കുന്നത് വളരെ പ്രയാസമാണ്. ഒരുപക്ഷെ അത് സാധ്യമായ ഒരു പ്രസ്ഥാനവും ഇല്ലതാണ്. നമുക്കറിയാം, 100 വർഷത്തിന് മുമ്പ് പിറന്ന പ്രസ്ഥാനങ്ങളും ഈ നാട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു 1885 എയോ ഹ്യൂം ആണ് കോൺഗ്രസ് പ്രസ്ഥാനം രൂപവൽക്കരിക്കുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനം തുടങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ തന്നെ സഹായത്തോടുകൂടി രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം. 1885 ആലോചിച്ച് നോക്കൂ, ഏകദേശം 100 വർഷം കഴിയും. ഈ നാട്ടിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തനം ആരംഭിക്കുന്നത് 1920. അതേ രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടങ്ങുന്നതിനും 5 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ അത് താഷ്കണ്ടിൽ വെച്ചിട്ടായിരുന്നു. എം.എൻ. റോയിയും മൗലാന അബ്ദുൽ സലീമും ഒക്കെ ചേർന്നിട്ട് 1920 താഷ്കണ്ടിലെ, ഇന്ന് അത് ആ സ്ഥലം ഉസ്ബെക്കിസ്ഥാനിലാണ്, റഷ്യയുടെ ഭാഗമായിട്ടുള്ളത്, അവിടെ രൂപം കൊണ്ടതാണ്. അതിനുശേഷം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടുവന്ന 1925 കാൺപൂർ സമ്മേളനത്തിലാണ് പ്രഥമ കമ്മ്യൂണിസ്റ്റ് സമ്മേളനം ഉണ്ടാകുന്നത്. 1925 വിജയദശമി ദിവസം, അന്ന് വിജയദശമി സെപ്റ്റംബർ 27 1925 ആണ് സംഘവും തുടങ്ങുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടങ്ങുമ്പോൾ അതിന് ഒരു ബൈല ഇല്ല, ഭരണഘടനയില്ല, മെമ്പർഷിപ്പില്ല, അതിൻ്റെ അംഗത്വത്തിൽ ചേർക്കാനുള്ള പബ്ലിസിറ്റി ഇല്ല, പ്രചരണ ആയുധങ്ങളൊന്നുമില്ല. 10-12 പേർ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിൻ്റെ വീട്ടിൽ കൂടിയിട്ടാണ് ഇന്ന് നമ്മുടെ സംഘം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടങ്ങുന്നു. നാടിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം തുടങ്ങുന്നു. ഒരു പക്ഷേ
ആൾക്കാർ ഇന്ന് 145 കോടി ഇന്ത്യൻ ജനതയില്, ഭാരതീയ ജനതയില് 1% പേർക്കെങ്കിലും ഡോക്ടർ കെ.സി. ബൽറാം ഹെഡ്ഗേവാറിന്റെ ജീവിതത്തെക്കുറിച്ചിട്ടോ അദ്ദേഹത്തിൻ്റെ ഈ സംഘടന തുടങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ചോ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനം 145 കോടി ജനങ്ങൾ മാത്രമല്ല, ഈ ലോകത്തെ 207 രാഷ്ട്രങ്ങളിലും 750 കോടി ജനങ്ങളും അറിയുന്ന ഒരു പ്രസ്ഥാനമായി മാറി. അതുതന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഏറ്റവും കാതലായ, കരുത്തായ വ്യത്യസ്തത എന്ന് പറയുന്നത്. 1925 അദ്ദേഹം ഡോക്ടർ കെ.സി. ബൽറാം ഹെഡ്ഗേവാർ പ്രൊഫഷണൽ മോഡേൺ മെഡിസിൻ ഡോക്ടറായിരുന്നു. കൽക്കത്ത മെഡിക്കൽ കോളേജിൽ പഠിച്ചു. തിരിച്ചു വന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായി. നിരവധി തവണ അദ്ദേഹവും ജയിലിൽ പോയിട്ടുണ്ട്. 31 അദ്ദേഹം ജയിൽ ജീവിതം സംഘം തുടങ്ങിയതിന് ശേഷം 1 വർഷക്കാലം ജയിലിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തതിന് ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും നമുക്ക് ആശ്ചര്യമായി തോന്നുന്നത് 8 വയസ്സപ്പോൾ തന്നെ അദ്ദേഹം ബ്രിട്ടീഷ് രാജ്ഞിക്കെതിരെ അവരുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അതിനെതിരെ എന്തിനാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ജന്മദിനം നാം ആഘോഷിക്കുന്നതെന്ന് വിദ്യാർത്ഥി 8 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. 12-ാം വയസ്സിൽ എഡ്വേർഡ് ഏഴാമനെ കുറിച്ചിട്ടുള്ള ഇത് വന്നപ്പോൾ അതിനെതിരെയും അദ്ദേഹം ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചു, എന്തിനാണ് നാം ഇവരെയൊക്കെ ആഘോഷിക്കുന്നത്, ഈ ജന്മദിനങ്ങളും ഇത്തരം കാര്യങ്ങൾ. ഇപ്പൊ വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള പോരാട്ടം കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളർന്ന് വിദ്യാഭ്യാസം കിട്ടി, പുറത്തു വന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ചേർന്നു. അതിനുശേഷം കോൺഗ്രസ് പ്രസ്ഥാനത്തിനും വ്യക്തമായ നയമില്ലാന്ന് മനസ്സിലായി, വിപ്ലവ പ്രസ്ഥാനത്തിൽ ചേർന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം തോന്നി, ഈ രാജ്യത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടിയിട്ട് പോരാടുവാൻ വേണ്ടിയിട്ട്, ഒരു ജനതയെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഈ നാടിനെ സ്വന്തം അമ്മയായി കരുതുന്ന ഒരു ജനതയെ വാർത്തെടുക്കുവാൻ ഒരു പ്രസ്ഥാനവും ഈ നാട്ടിലില്ല എന്നും അതിനു വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന മഹത്തായ ഈ ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ആരംഭിക്കുന്നത്. അന്ന് ആരംഭിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന് 100 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാ പിന്തുണയും എല്ലാവരുടെ ആനുകൂല്യങ്ങളും ആശീർവാദങ്ങളും നേടി സ്വാഭാവികമായി കടന്നു വന്നല്ല ഈ 100 വർഷം കഴിഞ്ഞ് നാം ഇന്ന് ഇവിടെ നിൽക്കുന്നത്. എതിർപ്പുകളായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം നേരിട്ട എതിർപ്പുകളും അവഗണനയും അധികാരികളുടെ ആക്രമണവും ഒക്കെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തെ ഒരു പ്രസ്ഥാനവും ഇത്രയധികം എതിർപ്പുകളെയും അവഗണനയെയും ആക്ഷേപങ്ങളെയും നേരിട്ടിട്ടില്ല. ചരിത്രം സാക്ഷിയാണ്. സത്യസന്ധമായി പഠിക്കുന്ന ഏതൊരു ഗവേഷണ വിദ്യാർത്ഥിക്കും മനസ്സിലാകും, 100 വർഷത്തെ കഠിനാധ്വാനവും തപസ്സും വളരെ സുഖകരമായ ഒരു യാത്രയായിരുന്നില്ല. എല്ലാം വെല്ലുവിളികളായിരുന്നു. ആരും അനുകൂലമായി നിന്നിട്ടില്ല. എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും അധികാരത്തിന്റെ മുഷ്കും പണത്തിന്റെയും അതുപോലെ തന്നെ നാടിന്റെ ജനകീയ ശക്തിയും ഒക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിനെ തളർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ 100-ാം ജന്മദിനത്തിൽ ഇത് പറയാൻ കാരണം, ഇന്ന് വളർന്ന് വികസിച്ച ശ്രീ അനന്തകൃഷ്ണൻ പറഞ്ഞു, ഏറ്റവും വലിയ ലോകത്ത് പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ചരിത്രത്താളുകൾ ഒന്ന് മറിച്ച് നോക്കണം. സ്വാതന്ത്ര്യ സമരകാലത്ത് പങ്കെടുത്തതിന് ബലിദാനികളായവരുണ്ട്. നമുക്ക് രാജഗുരുവിനെയും സുഖദേവിനെയും ഒക്കെ അറിയാം, ലാലാ ലജ്പത് റായി അറിയാം. പക്ഷേ സ്വയംസേവകരുടെ പേരുകൾ ഇന്നും എഴുതപ്പെട്ടിട്ടില്ല, ചരിത്രത്തിന്റെ ഭാഗമായിട്ടില്ല. 27 വയസ്സുള്ള മോഖേജി
ബ്രിട്ടീഷ് പട്ടാളത്താൽ ബലിദാനിയായ ചരിത്രം. അതുപോലെ തന്നെ നിരവധി ആൾക്കാർ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ത്യ ഗേറ്റിൽ പോയി ഡൽഹിയിൽ പോയി കാണാൻ കഴിയും. അൺസങ് ഹീറോസ് ആണ് അതിൽ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് പറയും. ആരും അറിയാത്തയും ഓർമ്മകളിൽ നിൽക്കാത്തതും ആരും പേരെടുത്ത് പറയാത്തതുമായ ആയിരങ്ങൾ പേര് ഇന്ത്യ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യക്കകത്തും പുറത്തും പോരാടിയത്. അതുപോലെ തന്നെ ആരും പറയാത്തവർ, പേരെടുത്ത് ഒരാളെയും അനുമോദിക്കാത്തവർ, ഒരാളുടെയും ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കാത്ത എത്ര ആയിരങ്ങളാണ് ഈ കഴിഞ്ഞ 100 വർഷം ഈ ആശയത്തിന് വേണ്ടിയിട്ട് ജീവിതവും ഹോമിക്കപ്പെട്ടത്. ഈ കൊച്ചു കേരളത്തിൽ പോലും സംഘത്തിന്റെ ചരിത്രം ഇന്ന് ആദ്യത്തെ അതിന്റെ ഫസ്റ്റ് വോളിയം ആണിപ്പോ 1942 കേരളത്തിൽ സംഘം തുടങ്ങുന്നത്. 64 വരെയുള്ള ചരിത്രം എഴുതിയ പുസ്തകമാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തത്. അതാണ് ശ്രീ അനന്തകൃഷ്ണൻ ഇപ്പോൾ നൽകിയത്. 25 നാഗപ്പൂരിൽ ആരംഭിച്ചെങ്കിൽ ഏകദേശം 18 വർഷം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ സംഘം വരുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ ആരെങ്കിലും അംഗീകരിച്ചിരുന്നു? രാഷ്ട്രീയ സ്വയംസേവക സംഘം മാത്രമാണ് ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യനെ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് സ്ഥിതി കാണിച്ചത്. വലിയ കാര്യങ്ങളല്ല. പൂജനീയ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ പറഞ്ഞത്, ഞാനൊന്നും പുതിയതായിട്ട് ഈ നാടിന് വേണ്ടി ചെയ്യുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നതിനെ, ഇവിടെ അഭിമാന പുരസ്സരം ആൾക്കാർ ജീവിതത്തിൽ പകർത്തിയതിനെ, അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. ഞാൻ ഒന്നും പുതിയതായിട്ട് തുടങ്ങുന്നില്ല. നഷ്ടപ്പെട്ടു പോകാൻ ഇല്ലായ്മ ചെയ്ത് കളയുന്ന അതിൻ്റെ ഒരു പുനരുജ്ജീവനം, അതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ചെയ്യുന്നതെന്ന് പൂജനീയ ഡോക്ടർജി തന്നെ സംഘം തുടങ്ങുമ്പോൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് വളർത്തിയ നിരവധി ആൾക്കാർ. ഇതൊരു പീസ് ഓഫ് ലാൻഡ് അല്ല എന്ന് പറയും. ഇത് വെറും കേവലം ഒരു ഭൂഷണമല്ല, മറിച്ച് ഇതൊരു ഭൂമിയല്ല. അങ്ങനെ കേവലം ഒരു സ്പേസ് മാത്രമല്ല. ഇതിവിടുത്തെ ജനങ്ങൾ, അവരുടെ സംസ്കാരം, ആ സംസ്കാരം ഉൾക്കൊണ്ട മൂല്യങ്ങൾ, ഇവ നിലനിർത്തുന്നതാണ് ഭാരതം. അതിനെയാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്. അവരുടെ സംസ്കാരവും അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും മൂല്യങ്ങളും ഒന്നുമില്ലാതെ ഒന്നിനെ നാം രാഷ്ട്രം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനെ നിലനിർത്തണം. ആര് നിലനിർത്തും? സർവകലാശാലകളുടെ പുസ്തകങ്ങൾ പഠിപ്പിച്ചാൽ അത് നിലനിൽക്കും. വ്യക്തികളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലും. അപ്പൊ വ്യക്തികളിൽ പരിവർത്തനം ഉണ്ടാകണം. ഓരോ വ്യക്തിയിലും പരിവർത്തനം ഉണ്ടാകണം. ആ വ്യക്തി നിർമ്മാണത്തിലൂടെ ആ വ്യക്തികൾ രാഷ്ട്രത്തെ പുനർനിർമ്മാണം ചെയ്യും. ഒറ്റ ആശയം, വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണം. ആ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിലൂടെ ലോകസ്ഥാനീയനായ ലോകഗുരുവായിട്ട് ആ ഗുരുസ്ഥാനത്തേക്ക് ഭാരതത്തിനെ പ്രതിഷ്ഠിക്കണം. ഇതായിരുന്നു സംഘം. 100 വർഷം കൊണ്ട് എല്ലാവരും ആഘോഷിക്കുന്നില്ലേ എന്ന് സംഘത്തിന് ചോദിച്ചപ്പോൾ സംഘത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ അധികാരി പരംപൂജനീയ സർസംഘാലകർ പറഞ്ഞത്, 100 വർഷമായിട്ടും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു വ്യഥയല്ലേ നമുക്ക് വേണ്ടത്? ആഘോഷമാണോ വേണ്ടതെന്നാണ് ചോദിച്ചത്. ഏതൊരു പ്രസ്ഥാനത്തിന് നേതൃത്വമാണ് ഇങ്ങനെ ചോദിക്കുക? നാം ആഘോഷിക്കുകയാണോ? 100 വർഷം നാം കഠിന തപസ് ചെയ്ത് ദൈനംദിനം നാം ഈ നാടിനെ കുറിച്ച് ആലോചിച്ച് 10,000-കണക്കിന് പ്രവർത്തകരെ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് ചേർത്തിട്ടും നാം ഉദ്ദേശിക്കുന്ന രാഷ്ട്രത്തിന്റെ പരംവൈഭവമായ ലോകഗുരു ജഗദ്ഗുരു സ്ഥാനത്തേക്ക് ഈ നാടിനെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം ചെറുതല്ല. ലോകഗുരു സ്ഥാനത്തേക്ക് ഭാരതത്തിനെ എത്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള അക്ഷീണ പരിശ്രമമാണ് നാം ഉദ്ദേശിച്ചത്. ഇവിടുത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ ആൾക്കാരെ വേർതിരിക്കാനോ അധികാരസ്ഥാനം പിടിച്ചെടുക്കാനോ അല്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത് കൾച്ചറൽ ഓർഗനൈസേഷൻ, സാംസ്കാരിക സംഘടനയാണ്. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറ്റാൻ പലരും വിളിച്ചു. സംഘത്തിനോട് രാഷ്ട്രീയത്തിലേക്ക് വരാം, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകും. രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയ്ക്ക്
എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ഉണ്ടാക്കാൻ തക്കവണ്ണം ഉള്ള കരുത്താർജിക്കാനാണ് ശ്രമിച്ചത്. അത് വിദ്യാർത്ഥികളായാലും തൊഴിലാളികളായാലും ദിവ്യാംഗരായാലും ഇവിടുത്തെ കർഷകരിലായിരുന്നാലും ഒക്കെ തന്നെ എല്ലാ മേഖലകളിലും, അത് ആദിവാസികളാകാം, പിന്നോക്ക വിഭാഗങ്ങളാകാം, കടലോരങ്ങളിൽ ഗ്രാമങ്ങളിലാകാം, മലമുകളിൽ താമസിക്കുന്ന ഒന്നുമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യരാകും, എല്ലാ മനുഷ്യരിലേക്കും ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം. എല്ലാ മനുഷ്യരിലേക്കും ഇറങ്ങിച്ചെന്ന് അവരിൽ പരിവർത്തനം വരുത്തുവാൻ. ആദിവാസി മേഖലയിൽ പോയിട്ട് അവർക്ക് പഞ്ചനക്ഷത്ര ബംഗ്ലാവുകൾ പണിതു കൊടുക്കാനല്ല നോക്കി. ആദിവാസികളുടെ സജീവമായ പ്രവർത്തനം ഉണ്ട്. ഏകദേശം ഭാരതത്തിലെ 10 കോടിയോളം വരുന്ന ആദിവാസി സമൂഹം അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ സംസ്കാരം നിലനിർത്താനാണ്, അവരുടെ ആചാരങ്ങൾ നിലനിർത്താനാണ്, അവർക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകാനാണ്. അവരവിടെ നിന്ന് അവരുടെ വേരോട് പറിച്ചു മാറ്റുവാനല്ല ശ്രമിച്ചത്. ഏതൊരു മേഖലയിൽ മനുഷ്യരെയും നാം സമീപിച്ചപ്പോൾ അവരുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും അവരുടെ ജീവിത രീതിയെയും അവരുടെ ചിന്തകളെയും അതിനെ കൂടുതൽ കരുത്തു കൊടുത്ത് അവിടെ ഉറപ്പിക്കുകയും അതേസമയം അവർ നാടിന്റെ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് അവരെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു സംഘടനാ പ്രവർത്തനമാണ് നാം ചെയ്തത്. വിദ്യാർത്ഥികളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ നാളത്തെ പൗരന്മാരായിരുന്നു എല്ലാവരും പറഞ്ഞത്. നാം വിദ്യാർത്ഥികൾ പറഞ്ഞു, നിങ്ങൾ നാളത്തെ പൗരന്മാരല്ല, നിങ്ങൾ ഇന്നത്തെ പൗരനാണ്. യു ഹാവ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ടുഡേ, നാളത്തേക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ വിദ്യാർത്ഥി അവൻ നീ പഠിക്കുന്നതോടൊപ്പം തന്നെ നിനക്ക് ഇന്നത്തെ ചുമതലയുമുണ്ട് എന്ന് പഠിപ്പിച്ചു. അത് കൃഷിക്കാരോടായിരുന്നാലും വികലാംഗരായ ആൾക്കാരായിരുന്നാലും നമ്മൾ വിചാരിച്ച് വികലാംഗരെ സംഘടിപ്പിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് പൈസ, സ്റ്റൈപ്പൻഡ്, പെൻഷൻ ഇതൊക്കെയായിരുന്നു ആൾക്കാർ ചിന്ത. അല്ല, അവർക്കും ഈ നാടിന്റെ പരിവർത്തനത്തിൽ സജീവമായി പങ്കാളിത്തം വഹിക്കാൻ കഴിയുമെന്ന് അവർക്കും ദേശസ്നേഹം പകർത്താൻ കഴിയും. ഉദാത്തമായ ദേശീയ പാട്ടുകൾ പാടിക്കൊണ്ട്, ദേശീയ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അവർക്കും ആൾക്കാരിൽ ദേശബോധം ഉണ്ടാക്കാൻ കഴിയും. എല്ലാവരിലുമുള്ള നേരത്തെ സാറ് പറഞ്ഞ ഒരു സാത്വിക ഭാവം, ആ സാത്വിക ഗുണത്തെ ഉണർത്തി ഉയർത്തി അവരെയും ഒരു ഉത്തരവാദിത്വമുള്ള പൗരനായി മാറ്റാൻ അതായിരുന്നു സംഘം ശ്രമിച്ചത്. അപ്പൊ ഈ വെല്ലുവിളികൾ വരുമ്പോൾ ഒക്കെ തന്നെ മറന്ന് അതിനെതിരെയുള്ള പോരാട്ടമില്ലായിരുന്നു. പൂജനീയ മോഹൻജി ഭാഗവത് പറഞ്ഞു, ഇവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഇല്ലാത്ത ഭാരതം ഹിന്ദു രാഷ്ട്രമല്ല എന്ന് പറഞ്ഞു. പരസ്യമായിട്ട് ഡൽഹിയിൽ വെച്ചുള്ള പ്രഖ്യാപനമായിരുന്നു. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രം എന്നാണ് ഹിന്ദു രാഷ്ട്രം. അവരിവിടെ ഇല്ലെങ്കിൽ അതൊരു ഹിന്ദു രാഷ്ട്രമല്ല. എല്ലാവരുടെയും ആശയങ്ങൾ, ആഗ്രഹങ്ങൾ, അവരുടെ ഈശ്വരീയ സങ്കല്പം എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമാണ്. ആരെ വേണോ ആരാധിക്കാം, ഏത് ഈശ്വരനെ വേണമെങ്കിലും അവർ വയ്ക്കാം. അത് അവരുപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് പോലെയാണ്. അത് തികച്ചും വ്യക്തിപരമായ ഒന്നാണ് അവരുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. അത് പേഴ്സണൽ മാറ്ററാണ്. ആ വ്യക്തിപരമായ ഒന്നെടുത്തിട്ടല്ല അവർക്ക് നാടിനോടുള്ള കൂറാണ്. നേഷൻ ഫസ്റ്റ്. നാടിന്റെ ഒരു വിഷം വരുമ്പോൾ അവരുടെ മുന്നിൽ ജാതിയുടെയോ മതത്തിന്റെയോ വിശ്വാസങ്ങളുടെ അല്ല, നാടിന് വേണ്ടി നിലനിൽക്കുക, നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിലനിൽക്കുക, അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യും. ഈ നാടിന്റെ പാരമ്പര്യവും സംസ്കാരവും വരുമ്പോൾ, ഇവിടുത്തെ ആചരണങ്ങൾ വരുമ്പോൾ ആ നാടിനൊപ്പം നിൽക്കുക. അങ്ങനെയൊരു സമൂഹമായി മാറുകയാണ് ഇന്ന് ഭാരതം മുഴുവൻ. ഇന്നില്ല, 2500 പൊളിറ്റിക്കൽ പാർട്ടിയുള്ള ഒരു രാജ്യമാണ് ഭാരതം. 2500 ഭാഷകളോ, 2000-ലധികം ഡയലക്റ്റിക്സ് ഉണ്ട്. എത്ര 22 ദേശീയ ഭാഷകളുണ്ട് ഭാരതത്തിൽ. 28 സംസ്ഥാനങ്ങളായിട്ട് ചിന്നിച്ചേറി കിടക്കുന്ന മനുഷ്യർ. ഇത്രയധികം വൈവിധ്യമാർന്ന ഒരു നാട്, ലോകത്തിലെ ഏറ്റവും വലിയ ജനസമ്പത്തുള്ള ഒരു നാട്. ആ നാടിനെ നാം ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുവാൻ ഒരിക്കലും ജനസംഖ്യ ഒരു ബേർഡനായിട്ട്, നമുക്ക് ഒരു കഷ്ടപ്പാടായിട്ട്, ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ജനസംഖ്യ കഷ്ടപ്പാടല്ല, നഷ്ടമല്ല. ആ 145 കോടി ജനങ്ങളും ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് അതിന്റെ സമ്പത്തായി മാറും.
അതുകൊണ്ട് ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞത്. ഭാരതം കേവലം 850 മില്യൺ ഡോളേഴ്സ് ഇറക്കുമതി ചെയ്യുമ്പോൾ അമേരിക്കയും ചൈനയും 2500 കോടിയിലധികം മില്യൺ ഡോളേഴ്സാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഭാരതത്തിന് ഇറക്കുമതി തീരെ കുറവാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഭാരതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പം നാം എത്തി നിൽക്കുന്നു. അത് ഡിഫൻസിലായാലും കൊള്ളാം, സ്പേസ് സയൻസിലായാലും കൊള്ളാം. നമ്മുടെ യോഗ എന്ന് പറയുന്ന നമ്മുടെ ശാസ്ത്രം 172 രാഷ്ട്രങ്ങൾ ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രാക്ടീസ് ചെയ്യും. രാമായണവും മഹാഭാരതവും വികസിത രാജ്യങ്ങളുടെ പാഠപുസ്തകമായി മാറുന്നു. ഏറ്റവും വലിയ ക്ഷേത്രങ്ങൾ യൂറോപ്പിലും ബ്രിട്ടനിലും ഉയർന്നു വരുന്നു. ഇന്ന് ഇന്ത്യക്കാരൻ എവിടെ പോയിരുന്നാലും അവനെ ബഹുമാനിക്കുന്ന തരത്തിൽ ഒരു സമൂഹം വളർന്നു. ഇത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ലായിരുന്നു. ഏകദേശം 78 വർഷം കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാം ഇതിന്റെ അടുത്ത 100-ാം വർഷത്തെ കുറിച്ചിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഏതൊരു പ്രസ്ഥാനമാണ് ആഘോഷിക്കുക? 2047 ഭാരതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏത് സംഘടനയാണ്, ഏത് നേതൃത്വമാണെന്നുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘം മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റുള്ളവർ വേണ്ടെന്നല്ല. ഇതിനോടൊപ്പം ഇവിടുത്തെ ബഹുജന സംഘടനകൾ ഒത്തുചേരണം. 2047 100-ാം വർഷം സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഭാരതം ഒരു വികസിത രാഷ്ട്രമായിരിക്കും. കേവലം 22 വർഷങ്ങളേ ഉള്ളൂ. 22 വർഷം കഴിയുമ്പോൾ ഭാരതത്തിന്റെ എല്ലാ വിധത്തിലെ ആർത്ഥിക സമ്പത്തും സാംസ്കാരികമായ വളർച്ചയും ഓരോ വ്യക്തിയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയും ആരോഗ്യരംഗത്തുള്ള നമ്മുടെ മേൽക്കോയ്മയും ഒക്കെ നേടിയെടുക്കും. കേവലം 22 വർഷം കഴിയുമ്പോൾ സാധിക്കുന്ന കാര്യമാണ്. നാം ഇന്ന് അതിൻ്റെ ചെറിയ വെളിച്ചം നാം ഇന്ന് കാണുകയാണ്. ഭാരതം വളരുകയാണ്. ഭാരതത്തിന്റെ ഉയർച്ചയാണ് വരിക. ഭാരതത്തിന്റെ ഈ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലുള്ള ഭാരതത്തിന്റെ മേൽക്കോയ്മ ആരെയും അടിച്ചമർത്താനില്ല. ആ ഒരു കാഴ്ചപ്പാട് ഭാരതത്തിനില്ല. വസുധൈവ കുടുംബകം എന്നുള്ള സ്ലോഗൻ ഭാരതത്തിൽ വന്നത് 1000 വർഷം മുമ്പാണ്. ലോകം മുഴുവൻ ഒരു കുടുംബം എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും പാശ്ചാത്യ ലോകത്തിൽ നിന്നുണ്ടായ ബ്രിക്സും G7 ഒക്കെ ഉണ്ടായതിനു ശേഷമാണോ? ഈ G7 കോൺസെപ്റ്റും ബ്രിക്സ് കോൺസെപ്റ്റും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UN ഒക്കെ വരുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് നാം പറഞ്ഞു ലോകം ഒരു കുടുംബമാണ്. എന്തുകൊണ്ടാണ് അത് പറയാൻ കഴിയുന്നത്? ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മാനവികതയായിരുന്നു, ഹ്യൂമനിസം ആയിരുന്നു. മനുഷ്യനെ ലോകം ഒരു കുടുംബം എന്ന് പറയാൻ അങ്ങനെ ആശയം വരുവാൻ 1000 വർഷങ്ങൾ കഴിയേണ്ടി വന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും യുണൈറ്റ് ചെയ്യണം, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാക്കണം. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള ചില രാജ്യങ്ങൾ ചേർന്നിട്ട് ബ്രിക്സ് ഉണ്ടാക്കി, G7 ഉണ്ടാക്കി, ഒരുമിച്ച് നിൽക്കാന്നുള്ള. പക്ഷെ ലോകം മുഴുവൻ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നാം ശ്രമിച്ചു. അത് ഭാരതത്തിന് വളർച്ച എന്ന് പറഞ്ഞാൽ അത് 750 കോടി ലോക ജനതയ്ക്കും വേണ്ടിയിട്ടാണ്. അത് കേവലം ഭാരതത്തിന് വേണ്ടിയിട്ടല്ല. അതിനു വേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷൻ, വളർച്ച, മാറ്റം നമുക്ക് വേണം. അപ്പൊ ആ മാറ്റം എങ്ങനെ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്? രാഷ്ട്രീയ സ്വയംസേവക സംഘം 100-ാം വർഷത്തിലേക്ക് കടക്കുന്നു പറഞ്ഞപ്പോൾ ലോക പത്രപ്രതിനിധികൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്? എത്രമാത്രം വലിയ വലിയ സമ്മേളനങ്ങളാണ് നടത്താൻ പോകുന്നത്? നിങ്ങൾ 100-ാം വർഷത്തിന്റെ ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള എവിടെയാണ് നിങ്ങൾ ആ സമ്മേളനം ഉദ്ഘോഷിക്കുന്നത്? ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. 100-ാം വർഷം ഇതൊരു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ജന്മദിനാഘോഷങ്ങളല്ല, മറിച്ച് നമ്മൾ ഉള്ളിലേക്ക് നോക്കുക. നാം 100 വർഷം കഴിഞ്ഞ് നാം സ്വയം നമ്മുടെ ജനതയുടെ ഓരോരുത്തരും ഉള്ളിലേക്ക് നോക്കുക. അവരെങ്ങനെയാണ് പരിവർത്തനം ചെയ്യപ്പെടേണ്ടത്? നമ്മുടെ ചുറ്റുപാട് നഷ്ടപ്പെട്ടുകൊണ്ടുപോകുന്ന കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും. കുടുംബങ്ങൾ ശൈഥില്യം വരുന്നു. അപ്പോൾ അതിനെ ഊട്ടി ഉറപ്പിക്കുക. കുടുംബങ്ങൾ ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. കുടുംബങ്ങൾക്കകത്ത് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും വളർത്തുക. നിങ്ങൾക്കറിയാവോ, സംഘം
ലക്ഷക്കണക്കിന് കുടുംബയോഗങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിശബ്ദമായ ഒരു വിപ്ലവം നടക്കുകയാണ്. കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക. അതുപോലെ തന്നെ സ്വന്തം സെൽഫ് റിലയൻ്റ് ആവുക. നമുക്ക് തോന്നുന്നത് നമ്മുടേതായ സാധനങ്ങളെക്കുറിച്ച്, നമ്മുടേതായ കാഴ്ചപ്പാടിനെ കുറിച്ചിട്ട്, നമ്മുടേതായ ചിന്തകളെ കുറിച്ചിട്ട് നമുക്കൊരു സ്വദേശി ബോധം ഉണ്ടാവും. വൈദേശിക ആധിപത്യം, വൈദേശികമായ കോംപ്ലക്സും ഒക്കെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടേതായ ഒരു സ്വദേശി ചിന്തയുണ്ടാവും. നമുക്ക് ഈ ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ മാറുക, നാം ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാവുക, സമൂഹത്തെ മുഴുവൻ കാണുക. അപ്പം അതുകൊണ്ടാണ് പൂജനീയ സത്സംഗാല് പറഞ്ഞത്, നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലും പോകുന്ന അമ്പലത്തിലും നമ്മളെ ശവദാഹം ചെയ്യുന്ന ഇതിലും തന്നെ ഈ 3 കാര്യത്തിലും നമുക്ക് വേർതിരിവ്, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല, വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല. എല്ലാ മനുഷ്യർക്കും കുടിക്കാൻ പറ്റുന്ന ജലസ്രോതസ്സുകൾ ഉണ്ടാവണം. അവിടെ ജാതിയുടെ പേര് പറഞ്ഞ് ആരെയും മാറ്റി നിർത്താൻ പാടില്ല. ശവദാഹം ചെയ്യാൻ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ശവദാഹം ചെയ്യാൻ കഴിയും. ക്രിമറ്റോറിയം, അതുപോലെ തന്നെ പൂജ, എല്ലാവർക്കും വന്നിട്ട് പൂജ ചെയ്യാൻ, ഈശ്വരനെ ആരാധിക്കാനും കഴിയണം. വേർപെടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് അതിനെ മാറ്റി നിർത്താനും പാടില്ല. ഇങ്ങനെ സമാജത്തിൻ്റെ അകത്ത് ഒരു ഒരുമയുണ്ടാകും. ആ ഹിന്ദു എന്ന് പറയുന്നത്, നാം ഹിന്ദു എന്ന് പറയുമ്പോൾ ചോദിക്കും, എന്തിനാണ് ഹിന്ദു എന്ന് പറയുന്നത്? നാം ഹിന്ദു എന്ന് തന്നെ പറയും. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ റിലിജിയൻ. മതത്വം അല്ല ഹിന്ദു എന്ന് പറയുന്നത്. ഹിന്ദു എന്നൊരു സംസ്കാരമാണ്, ഒരു ആചാരമാണ്, ഒരു വിശ്വാസമാണ്. ബാക്കിയുള്ള മതങ്ങൾ വന്നപ്പോഴാണ് ഹിന്ദുവിനെ മതമായി കണക്കാക്കിയത്. ഇത് ഹിന്ദുസ്ഥാനിയാണ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ. എപ്പോഴെങ്കിലും ഇത് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. മറ്റുള്ള മതങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ ജനതയും ഒരു മതമായിട്ട് കണക്കാക്കി, ഇവിടുത്തെ ജനതയെ ഒരു മതമായിട്ട് കണക്കാക്കിയിട്ടില്ല. ഇത് ഹിന്ദുസ്ഥാനിലെ ഹിന്ദു ജനതയാണ്. ആ ഹിന്ദു ജനതയിൽ ക്രിസ്ത്യാനി യേശുവിനെ ഭജിക്കും, മുസ്ലിം അള്ളാഹയെ ജപിക്കും, ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങളെ ജപിക്കാം. ഇനി അവർക്ക് ഒരു ദൈവത്തിനെ താല്പര്യമില്ലെങ്കിൽ അവർ ദൈവത്തെ നിരാകരിക്കുകയും ചെയ്യും. പക്ഷെ ഈ ജനത ഹിന്ദുവാണ്. അതിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഈ ഭഗവപതാകയെ കുറിച്ചിട്ട് മോഹൻ ഭാഗവത് സർസംഘചാലകായി തന്നെ 2009 നാഗ്പൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു, RSS എന്ത് ചിന്താഗതി ഏത് വേണമെങ്കിൽ മാറ്റാൻ തയ്യാറാണ്. പക്ഷേ ഈ ഗുരുസ്ഥാനിയായ ഭഗവപതാക അത് മാറ്റുന്നു. അത് കൃഷ്ണന്റെ തേരിൽ തെളിച്ച ധർമ്മത്തിന്റെ ചിഹ്നമാണ് ഈ ഭഗവപതാക. ഈ ധർമ്മപതാക രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ധാർമ്മിക ചിഹ്നമായിട്ട് നടക്കാം. വേറെ എന്തു മാറിയാൽ അപ്പൊ ചില അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. നോൺ കോംപ്രമൈസിങ് എത്തിക്സ് ആൻഡ് വാല്യൂസ്. നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെയാണല്ലോ കോംപ്രമൈസ് ചെയ്യുന്നത്? ഇത് ഹിന്ദുസ്ഥാനമാണ്, ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദുക്കളാണ്. 145 കോടി ജനങ്ങളും ഹിന്ദുക്കളാണ്. അവരുടെ ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ എന്തെങ്കിലും ചില ജനങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് അവർക്ക് ഒന്നായി നിൽക്കാനുള്ള, സാമാജികമായി ഒന്നായി നിൽക്കാനുള്ള കരുത്ത് കൊടുക്കുക. നമ്മുടെ പരിസ്ഥിതിയെ നാം നോക്കുക. നമ്മുടെ പരിസ്ഥിതിയിലെ പ്ലാസ്റ്റിക്കിൻ്റെ എത്രമാത്രം ഉപയോഗം വേണം, ഗ്രീൻ എനർജി ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുക. എത്രമാത്രം റിസോഴ്സസ്, എനർജി റിസോഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എങ്ങനെ നമ്മുടെ വാട്ടർ റിസോഴ്സ് ഇത് ചീത്തയാക്കാതെ ഗംഗയെ നമ്മൾ പൗത്രീകരിച്ചതുപോലെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ ക്ലീനാക്കുന്നത്? അതുപോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള ഇത്തരം വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കുണ്ടാകുന്ന പൗരബോധം. പ്രധാനമന്ത്രി പറഞ്ഞു, ഈ പൗരബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും അവന്റെ നാടിനോടുള്ള ഉത്തരവാദിത്വമാണ്. നാം ഇന്ന് പഠിപ്പിച്ചതാണ്, ഡിമാൻഡിങ് തിങ്സ്. എനിക്ക് ഇങ്ങനെയുള്ള റൈറ്റ്സ് ഉണ്ട്, എൻ്റെ ആവശ്യമാണ്, ഇത് വേണം എനിക്ക്. അതിന് പകരം നമുക്കുള്ള ഡ്യൂട്ടിയാണ്. നാം ഈ നാടിനോട് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഒരു നെയ്ബറിന് ഒരു എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവനെ സഹായിക്കാനുള്ള എൻ്റെ ഉള്ളിലുള്ള ആത്മദാഹമാണ് അവൻ്റെ പൗരബോധം എന്ന് പറയുന്നത്. ഒരു പഠിക്കാൻ ഒന്ന് സൗകര്യമില്ലാത്ത ഒരു കോളനി ഉണ്ടെങ്കിൽ ആ കോളനി പോയിട്ട് പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുക, അവൻ്റെ പൗരബോധമാണ്. ട്രാഫിക്കിൽ വൺ വേ വന്നു കഴിഞ്ഞാൽ വൺ വേയിലേക്ക് ക്രോസ് കട്ട് ചെയ്ത് കയറാതിരിക്കാനുള്ള ഒരു ബോധം, പൗരബോധം അവനുള്ള ഉണ്ടാവണം. എല്ലാ അർത്ഥത്തിലും നിലവിലുള്ള നമ്മുടെ ഭരണഘടനയെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കാനും ശിരസാ വഹിക്കാനും ഉള്ള അവൻ്റെ ധാർമ്മികമായ മൂല്യം അവൻ്റെ ഉള്ളിലുണ്ടാകും. അങ്ങനെ പൗരബോധമുള്ള ഒരു ജനത.
ടാക്സ് അടയ്ക്കണം. നമുക്ക് അനുവദിച്ചിട്ടുള്ള ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള ടാക്സ് വെട്ടിക്കുന്നതല്ല, ആ ഗവൺമെന്റ് കൊടുക്കാനുള്ള ടാക്സ് അടയ്ക്കാനുള്ള പൗരബോധം നമുക്കുണ്ടാകണം. അങ്ങനെ സർക്കാർ ഇവിടുത്തെ നിയമങ്ങൾ ഇതിനെല്ലാം തന്നെ കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള നിലവിലുള്ള രാജ്യം എന്താണോ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ, സ്ത്രീയോട് എങ്ങനെ പെരുമാറണം, 50% സ്ത്രീകളുള്ള ഒരു രാഷ്ട്രമാണ്. 50%, അതായത് ഏകദേശം 70 കോടി സ്ത്രീകളുള്ള ഒരു രാഷ്ട്രമാണ്. എന്താണ് സ്ത്രീകളോട് നമ്മളുടെ മനോഭാവം ഉണ്ടാവേണ്ടത്? പൗരബോധത്തിന്റെ ഭാഗമാണ്. നമുക്ക് എങ്ങനെയാണ് അമ്മയായി കാണാൻ, അവരെ സഹോദരിയെ കാണാൻ, അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളിലും അവരുടെ സ്വപ്നങ്ങളും ആക്കി യാഥാർത്ഥ്യമാക്കാൻ എങ്ങനെയാണ് ഒരു പൗരന് സാധിക്കുക? എല്ലാ തലത്തിലും ഞാൻ പറയും, ഒരു മനുഷ്യന് പൗരബോധമുള്ള ഒരു ജനതയുണ്ടാവും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാനുള്ള സന്നദ്ധതയുണ്ടാവും. രാഷ്ട്രീയ സ്വയംസേവക സംഘം 100ാം വർഷം ഇതിനൊക്കെയാണ് ഊന്നൽ കൊടുക്കുന്നത്. പൗരബോധം ഉണ്ടാവുന്ന ഒരു ജനത, പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ജനത, സ്വദേശി ആത്മാവിലേക്ക് നോക്കി അവന്റെ കരുത്തിനെ കൂടുതൽ കരുത്ത് കൊണ്ടുവരുന്ന സജ്ജമാക്കുന്ന ഒരു ജനത. അത്തരം ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് 100ാം വർഷം. അത് ആരോടാ പറയുന്നത്? ലക്ഷക്കണക്ക്, 1 ലക്ഷം ശാഖയുണ്ട് ഭാരതത്തിൽ. എല്ലാ ഗ്രാമങ്ങളും നാം എത്തിയിട്ടുണ്ട്. ആ 1 ലക്ഷം ശാഖകളിലുള്ള സാധാരണ പ്രവർത്തകരോടാണ് പറഞ്ഞത്, നിങ്ങൾ ആദ്യം ട്രാൻസ്ഫോം ചെയ്യും, നിങ്ങൾ ആദ്യം പരിവർത്തനമാകും. നിങ്ങൾ പരിവർത്തനമാക്കിയാൽ ഈ 100ാം വർഷം ഈ 1 ലക്ഷം ശാഖയിലൂടെ 6 ലക്ഷം ഗ്രാമങ്ങളും അടുത്ത 3-4 വർഷം കൊണ്ട് നമുക്ക് പരിവർത്തനമാക്കാം. അങ്ങനെ ഭാരതത്തെ ഏറ്റവും സജ്ജമായ, ഏറ്റവും കരുത്തുള്ള, ഏറ്റവും എല്ലാ നീതികളെയും എല്ലാവിധത്തിലുള്ള നിയമങ്ങളെയും അനുശാസനബദ്ധമായിരിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. നമ്മൾ വളരെ വ്യത്യസ്തമായ, ഒരുപക്ഷെ ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഒരു സംഘടനയുടെ 100ാം വർഷം എങ്ങനെയാണ് അവർ കൊണ്ടാടുക എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ തന്നെ വളരെ വ്യതിരിക്തമായി ചിന്തിക്കുകയും അതിനൊരു പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തുകൊണ്ട് ഉള്ളൊരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ അടുത്ത ഒരു നൂറ്റാണ്ടിലേക്ക് ഉദിക്കുന്ന ഈ മൊമെൻറ്റിൽ നിങ്ങൾക്കെല്ലാം ഭാഗ്യവാന്മാരാണ്. കാര്യം വെച്ചാൽ ഒരു സംഘടന 100 വർഷം പിളരാതെ, അതിനെ ഉടയ്ക്കാതെ, നാടിനെതിരെ പ്രവർത്തിക്കാതെ ഒക്കെ തന്നെ ഒരേ ദിശയിലേക്ക് പടർന്ന് വളർന്ന് നാടിനെ മുഴുവൻ എംബ്രേസ് ചെയ്യുന്ന, ചുറ്റിപ്പിടിക്കുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാനും അതിൻ്റെ ചരിത്ര നിമിഷമായ മുഹൂർത്തത്തിൽ പങ്കാളികളാകാനും കഴിഞ്ഞ നിങ്ങൾ ഓരോരുത്തരും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നാളെയുടെ ഏറ്റവും വലിയ തെളിനാളങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുകയും ഒക്കെ ചെയ്ത നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വന്ദേ ഭാരത്.